2 അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെയും സെക്കൻഡ് അഡ്വാൻസ് വരെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല ബാക്ക് ഔട്ട് ചെയ്യാനായിട്ട്. അത് അവർക്ക് അറിയണത് കൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചവരൊക്കെ ഭയങ്കര റൂഡായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് മിസ് ഷിബിത എന്ന് പറഞ്ഞൊരു ലേഡിയുടെ അടുത്താണ് സംസാരിച്ചത്. അവർ നമുക്ക് തന്ന 2 ഓപ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന പൈസ നമ്മൾ അടച്ചിട്ട് ടൂർ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ അടച്ചത് 2 അഡ്വാൻസ് നമ്മൾ അടച്ചു, അത് വേറെ ഉള്ളത് പോട്ടെ എന്ന് വെച്ചിട്ട് അവർ റീഫണ്ടും തരില്ല. അപ്പോൾ അത് പോട്ടെ എന്ന് വെച്ചിട്ട് അവർ പറഞ്ഞത് ഇത് തന്നെയാണ്, നിങ്ങൾ വരണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം, നിങ്ങൾ അവരുടെ സമയം കളയരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പാണ്. കാരണം ഇനീഷ്യലി പാക്കേജ് കോസ്റ്റ് കുറച്ച് അവർ അഡ്വർടൈസ് ചെയ്തിട്ട് പിന്നീട് അവർ കൂടുതൽ നോ ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഡ്രാമയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ട്രാപ്ഡായി പോയി. കാരണം നമ്മൾ 2 പേയ്മെൻറ്റ് അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ മിണ്ടാതെ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു മാനസിക വിഷമം കാരണം ഞങ്ങൾക്ക് അവരുടെ ഒരു കംപ്ലയിൻറ്റ് പോർട്ടലിൽ അവരൊരു മെയിൽ ID പ്ലസ് അവരുടെ ഓണർക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു ലോങ് ഇമെയിൽ അയച്ചു. അതിന് എനിക്ക് ഇന്ന് വരെ ഒരു റിപ്ലൈയോ റെസ്പോൺസോ ഒരു അക്നോളജ്മെൻറ്റ് പോലും, ഞങ്ങൾ ഇത് വായിച്ചിട്ട് ഞങ്ങളൊന്ന് നോക്കാം എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് പോലും നമുക്ക് റിപ്ലൈ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത്.